പാർവതിയും കാണുന്നില്ല, അവളെ വിളിക്കാൻ പോയ പ്രിയനെയും കാണുന്നില്ല. ഒന്ന് വിളിച്ചു നോക്ക്. ജയന്തി ചേച്ചി, എവിടെയായിരുന്നു നീ? അത് ഒരു കൈനോട്ടക്കാരി അമ്മയുടെ അടുത്ത് കൈനോക്കാനായിട്ടിരുന്നു. അതിലൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? എന്നിട്ട് കൈനോട്ടക്കാരി എന്താ പറഞ്ഞേ? ഒരു ദുഷ്ടൻ എന്റെ പുറകെ കൂടിയിരിക്കുകയാണെന്ന്. ഓ, ആ ദുഷ്ടന്റെ കഷ്ടകാലം എന്നല്ലാണ്ട് ഇതിനെന്താ പറയാ? ചട്ടമ്പി പാറുവിനോടാ അവന്റെ കളി. അത് ജയന്തി ചേച്ചി എങ്ങനെ അറിഞ്ഞു? എന്ത്? എന്റെ നാട്ടില് എല്ലാരും എന്നെ ചട്ടമ്പി പാറന്നാ വിളിക്കുന്നേ. ആണോ? ഞാൻ വെറുതെ പറഞ്ഞതാ. എന്തായാലും അതൊത്തു. ആ ദേ, ഇനി എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഇനി മുതൽ നമ്മൾ ആരും ഇവളെ പാർവതി എന്ന് വിളിക്കില്ല, പാറു എന്നാ വിളിക്ക. ചട്ടമ്പി പാറൂന്ന്. അയ്യോ, മഴ വരുന്നുണ്ട്. ഞാൻ കുട എടുത്തിട്ടില്ല. മഴ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് പോണം. മഴ വരാനോ? അതിനിത് മഴക്കാലം അല്ലല്ലോ. ആ, അവിടെ രണ്ട് ചേട്ടന്മാര് കൊടയും ചൂടിയിരിക്കുന്ന കണ്ടില്ലേ? അത് മഴ വരാൻ പോകുന്നുണ്ടല്ലേ? എടി മണ്ടൂസേ, മഴ വരാൻ പോകുന്നത് കൊണ്ടൊന്നും അല്ല അവര് കൂടെ ചൂടിയിരിക്കുന്നത്. പിന്നെ ശരിക്കും നോക്ക്, അപ്പൊ മനസ്സിലാവും. ഇപ്പൊ മനസ്സിലായോ? ഇല്ല. ജയന്തി, നീ അവൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്ക്. എന്നാലല്ലേ പാറുവിന് മനസ്സിലാവൂ. ആരും കാണാതിരിക്കാനാ അവര് കൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അവരുമ്മ വയ്ക്കുക. അയ്യേ, അയ്യേ, അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടുണ്ടാവില്ല അല്ലേ? ഈ പൊട്ടിപ്പെണ്ണിന് ഒന്നും അറിയില്ല. കണ്ട അറിയില്ലേ പാറു, അവരുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഇല്ല. അവർ ലവേഴ്സാ. കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, അവരുടെ ഇരിപ്പ് കണ്ട അറിയില്ലേ? കല്യാണം കഴിക്കാതെ ഒരാണിന്റെ കൂടെ. അയ്യേ, അതിനാണ് പ്രണയം എന്ന് പറയുന്നത്. ഈ ആണുങ്ങളെയൊക്കെ എങ്ങനെയാ വിശ്വസിക്ക? ആണുങ്ങളൊക്കെ വൃത്തികെട്ടവന്മാരാണെന്ന് ആരോ ഇവിടെ തലയിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ പാറു. എന്റെ പാറു എന്നൊന്നും വിളിക്കണ്ട. ഞാൻ നിങ്ങളുടെ പാറുന്നല്ല. ശരി ശരി ശരി, എന്റേതല്ലാത്ത പാറു പ്രണയിക്കുന്ന ആണിന്റെ കൂടെ നടക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. രണ്ടു പേര് തമ്മിൽ ഇഷ്ടത്തിലായാൽ ഇതുപോലെ സമയം കിട്ടുമ്പോ ഒരുമിച്ചിരിക്കണമെന്ന എന്റെ അഭിപ്രായം. കാരണം ഏറ്റവും നല്ല ഇമോഷനാണ് പ്രണയം. ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് വൃത്തികേട് കാണിക്കുന്നതല്ല പ്രണയം. കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഇങ്ങനെ വന്നിരിക്കുന്നത് തെറ്റ് തന്നെയാ. അയാള് അവളെ പറ്റിച്ചിട്ട് പോയാലോ? അത് പറ, അയാൾ അവളെ പറ്റിച്ചിട്ട് പോയാലോ? ആത്മാർത്ഥമായ പ്രണയമാണെങ്കിൽ അയാൾ അവളെ ചതിക്കില്ല. ആത്മാർത്ഥമായ പ്രണയമാണെന്ന് എന്താ ഉറപ്പ്? പ്രിയന്റെ ഉത്തരം മുട്ടിപ്പോയല്ലോ. അതുകൊണ്ട് തൽക്കാലം ഈ ടോപ്പിക്ക് നമുക്ക് വിടാം. പ്രണയത്തെ പറ്റി ചർച്ച ചെയ്യാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതല്ലേ ഞാൻ ഇത്ര നേരം ചോദിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല. ആ കേക്ക്, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇതിൽ ആരുടെയോ ബർത്ത്ഡേ ആണെന്ന്. അത് സെലിബ്രേറ്റ് ചെയ്യാനാ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ശരിയല്ലേ? ആരുടെ ബർത്ത്ഡേയാ? അതോടി പറ. ചേച്ചിയാണോ? ഹാപ്പി ബർത്ത്ഡേ. സൗസു, ഇന്ന് വേറെ ആരുടെയും ബർത്ത്ഡേ അല്ല. നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നിന്റെ ബർത്ത്ഡേ ആണ്.
കേക്ക് കിട്ടി. എന്താ സൗസു? സത്യത്തിൽ ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്ക് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. നിങ്ങളത് ഓർത്തു വെച്ചില്ലേ? നിങ്ങളെപ്പോലുള്ള ഫ്രണ്ട്സിനെ കിട്ടിയത് എന്റെ ഭാഗ്യ. ദൈവാനുഗ്രഹം കൊണ്ടാ നിങ്ങളെയൊക്കെ എനിക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടിയത്. സൗസു, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? മറവിയുള്ളതുകൊണ്ട് ആരും എന്നെ കൂടെ കൂട്ടില്ല. എല്ലാവരും ഒറ്റപ്പെടുത്തും. എന്നെ ആർക്കും ഇഷ്ടമല്ലെന്ന് ഓർക്കുമ്പോ ഞാൻ എപ്പോഴും കരയും. നിങ്ങളൊക്കെ ഫ്രണ്ട്സായിട്ട് കിട്ടിയ ശേഷം ഞാൻ ഒരിക്കൽ പോലും എന്റെ മറവിയെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ദൈവാനുഗ്രഹം കൊണ്ടാ നിങ്ങൾ എനിക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടിയത്. ഈ മറവ് രോഗം കാരണം ഞാൻ നിങ്ങളോടൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തരണം. നിന്നെ ഞങ്ങൾ എല്ലാരും ഫ്രണ്ടായിട്ടല്ല കാണുന്നത്, സ്വന്തം കൂടപ്പിറപ്പായിട്ടാ. നീ ഇങ്ങനെ കരഞ്ഞാലേ ജയന്തിയുടെ മുഖം നോക്ക്, എല്ലാവരുടെയും മുഖം നോക്ക്. ഞങ്ങൾ എല്ലാരും കരഞ്ഞു പോകില്ലേ? നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്, അല്ലാതെ കരയാനല്ല. അതുകൊണ്ട് ഇനി നീ കരയാൻ പാടില്ല. കണ്ണു തുടയ്ക്കാൻ, കണ്ണു തുടയ്ക്കാൻ. ആ, ഇനി ചിരിക്ക, ചിരിക്ക് സൗസു. ആ, ഇനി കേക്ക് കെട്ടിയ. ആ, പതുക്കെ എടുത്തോ. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ദേ, ആദ്യം എനിക്ക്. അല്ല, ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാ? ഞാൻ. അതുകൊണ്ട് ആദ്യം എനിക്ക്. ഞാനോ? Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday to you. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുത്താലോ? വാ വാ. റെഡി? സൗസോ, എന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. അടിപൊളി. ഇഷ്ടായോ? ഒത്തിരി ഇഷ്ടായി. താങ്ക്സ് റേഞ്ചേട്ടാ. നന്നായിട്ടുണ്ട്. വാ വാ. പാറു, നീ ഇതുവരെ കടല് കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? കടലിൽ ഇറങ്ങണോ? എന്നാ വാ. വാടാ.